ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിറ്റ് 6 വൻകരകളും സമുദ്രങ്ങളും, കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ്. ഇന്ന് നമ്മൾ ഓസ്ട്രേലിയയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏറ്റവും ചെറിയ വൻകര ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നു. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ്. ഓസ്ട്രേലിയ along with a few surrounding island is known as Oceania. It is referred to as the island continent as it is surrounded by ocean. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. പ്ലാറ്റിപ്പസ്, ദ എഗ് ലൈങ് മമ്മാൽ. കങ്കാരു, ദ ആനിമൽ വിത്ത് എ പൗച്ച്. ഡിങ്കോ, belonging to the dog family, etc. are found exclusively in Australia. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ്. Wheat is cultivated extensively. Minerals like gold, iron ore and uranium are heavily mined here. It is famous for sheep rearing. ദ്വീപുകൾ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഐലാൻഡ് refer to land that are completely surrounded by water. The Greenland located to the north of the Atlantic Ocean. It is the world's largest island. ഇതാണ് സിഡ്നി നഗരം. കാൽഗുർലി, സ്വർണഗിനി. ശരീരത്തിന് വെളിയിൽ ഒരു തുകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞ്. ഈ മൃഗം ഏതെന്ന് മനസ്സിലായില്ലേ? ഓസ്ട്രേലിയയിൽ കാണുന്ന കങ്കാരു എന്ന ഈ മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള കഴിവുണ്ട്. A skin pouch on the belly outside the body, a baby inside that pouch. Do you recognize the animal? It is the kangaroo, commonly found in Australia. It can hop fast using its hind legs and tail. ഓസ്ട്രേലിയയെ കുറിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്? ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയയും അതിനു ചുറ്റുമുള്ള കുറച്ച് ദ്വീപുകളും ചേർന്ന് ഓഷ്യാനിയ എന്നറിയപ്പെടുന്നു. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ്. A smallest continent, Australia along with a few surrounding island is known as Oceania. It is referred to as the island continent as it is surrounded by ocean. Platypus, the egg-laying mammal. Kangaroo, the animal with a pouch. Dingo, belonging to the dog family, etc. are found exclusively in Australia. Wheat is cultivated extensively. Minerals like gold, iron ore and uranium are heavily mined here. It is famous for sheep rearing. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ്? എവറസ്റ്റ് കൊടുമുടി, മൗണ്ട് എവറസ്റ്റ്. സഹാറ മരുഭൂമി ഏത് വൻകരയിലാണ്? ഇൻ വിച്ച് കോണ്ടിനെന്റ് ഡസ് ദ സഹാറ ഡെസേർട്ട് ലൊക്കേറ്റ്? ആഫ്രിക്ക, ഇൻ ആഫ്രിക്ക. അന്താരാഷ്ട്ര നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? വിച്ച് റിവർ ഈസ് നോൺ ആസ് ദ ഇന്റർനാഷണൽ റിവർ? നൈൽ. പഞ്ചമഹാ തടാകങ്ങൾ ഏത് വൻകരയിലാണ്? ഇൻ വിച്ച് കോണ്ടിനെന്റ് ദ 5 ഗ്രേറ്റ് ലേക്സ് ആർ ലൊക്കേറ്റ്? നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്ക. എസ്കിമോകൾ താമസിക്കുന്ന വീടിന്റെ പേരെന്താണ്? നെയിം ദ ഹൗസ് ഓഫ് എസ്കിമോസ് ഇഗ്ലോ. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? വിച്ച് കോണ്ടിനെന്റ് ഈസ് നോൺ ആസ് ദ വൈറ്റ് കോണ്ടിനെന്റ്? അന്റാർട്ടിക്ക. ഏറ്റവും ചെറിയ വൻകര ഏതാണ്? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ്?
ഓസ്ട്രേലിയ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ വൻകരകൾ വലിപ്പക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രധാന പർവ്വതങ്ങളും മരുഭൂമികളും അതിലെ പ്രധാന നദികളും മറ്റ് സവിശേഷതകളും നിങ്ങൾ ഇതുപോലെ നിങ്ങളൊന്ന് പട്ടികപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഓരോന്നായിട്ടാണ് എഴുതിയിട്ടുള്ളത്. കോണ്ടിനെന്റ്സ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് സൈസ്, മേജർ മൗണ്ടെയിൻ, ഡെസേർട്ട്, മേജർ റിവേഴ്സ്, അതർ പെക്യുലിയാരിറ്റീസ്. ഏഷ്യ, ഹിമാലയം. പ്രധാന പർവ്വതങ്ങൾ ഹിമാലയം, മരുഭൂമികൾ ഗോബിദാർ, അറേബ്യൻ. പ്രധാന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. മറ്റു സവിശേഷതകൾ ഏറ്റവും വലിയ ഭൂഖണ്ഡം, ഉയരം കൂടിയ കൊടുമുടി, ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡം. അടുത്തത് ഏഷ്യ. ഏഷ്യ, കോണ്ടിനെന്റ്സ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് സൈസ് ഏഷ്യ, മേജർ മൗണ്ടെയിൻ ഹിമാലയ, ഡെസേർട്ട് ഗോബി ധാർ അറേബ്യൻ, മേജർ റിവേഴ്സ് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര. അതർ പെക്യുലിയാരിറ്റീസ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്, ഹൈ ഇൻ പോപ്പുലേഷൻ, ഹൈയസ്റ്റ് പീക്ക്. ആഫ്രിക്ക, പ്രധാന പർവ്വതങ്ങൾ കിളിമഞ്ചാരോ, മരുഭൂമി സഹാറ, പ്രധാന നദികൾ നൈൽ, മറ്റു സവിശേഷതകൾ കൂടുതൽ മരുഭൂമി, നീളം കൂടിയ നദി, വന്യജീവി സമ്പത്ത്. ആഫ്രിക്ക, കിളിമഞ്ചാരോ, സഹാറ, നൈൽ, മേജർ പോർഷൻ ഈസ് ഡെസേർട്ട്, ലോങ്സ്റ്റ് റിവർ, റിച്ചസ്റ്റ് ആനിമൽ ഡൈവേഴ്സിറ്റി. അടുത്തത് വടക്കേ അമേരിക്ക. പ്രധാന പർവ്വതങ്ങൾ ഡിനാലി, ആൽബർട്ട്, റൈനീർ. മരുഭൂമികൾ ഗ്രേറ്റ് ബേസിൽ, മൊഹേവ്. പ്രധാന നദികൾ മിസോറി, മിസിസിപ്പി. മറ്റു സവിശേഷതകൾ 5 തടാകങ്ങൾ, ഇന്യൂട്ടുകൾ, ഗോതമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം. നോർത്ത് അമേരിക്ക ദിനാലി, എൽബർട്ട്, റൈനീർ, ഡെസേർട്ട്, ഗ്രേറ്റ് ബേസിൻ, മൊഹാവ്. മേജർ റിവേഴ്സ് മിസോറി, മിസിസിപ്പി. അതർ പെക്യുലിയാരിറ്റീസ് 5 ഗ്രേറ്റ് ലേക്ക് ഇന്യൂട്ട്സ്, ഫസ്റ്റ് ഇൻ വീറ്റ് പ്രൊഡക്ഷൻ. തെക്കേ അമേരിക്ക. പ്രധാന പർവ്വതങ്ങൾ ആൻഡീസ്, മരുഭൂമി അറ്റക്കാമ. പ്രധാന നദികൾ ആമസോൺ, മറ്റു സവിശേഷതകൾ ആമസോൺ നിബിഡ വനങ്ങൾ. സൗത്ത് അമേരിക്ക മേജർ മൗണ്ടെയിൻ ആൻഡീസ്, ഡെസേർട്ട് അറ്റക്കാമ, മേജർ റിവേഴ്സ് ആമസോൺ. അതർ പെക്യുലിയാരിറ്റീസ് ആമസോൺ ഡെൻസ് ഫോറസ്റ്റ്. അടുത്തത് അന്റാർട്ടിക്ക. പ്രധാന പർവ്വതങ്ങൾ വിൻസൺ മാസിഫ്, മറ്റു സവിശേഷതകൾ വെളുത്ത ഭൂഖണ്ഡം. അന്റാർട്ടിക്ക, വിൻസൺ മാസിഫ്. അതർ പെക്യുലിയാരിറ്റീസ് ദ വൈറ്റ് കോണ്ടിനെന്റ്. നെക്സ്റ്റ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ആൽപ്സ്. പ്രധാന പർവ്വതങ്ങൾ ഓസ്ട്രേലിയൻ ആൽപ്സ്, മരുഭൂമികളില്ല. പ്രധാന നദികൾ മുറേ, ഡാർലിംഗ്. മറ്റു സവിശേഷതകൾ വൻകര ദ്വീപാണ്. ഓസ്ട്രേലിയ, ഓസ്ട്രേലിയൻ ആൽപ്സ്, മേജർ റിവേഴ്സ് മുറേ, ഡാർലിംഗ്. അതർ പെക്യുലിയാരിറ്റീസ് ഐലാൻഡ് കോണ്ടിനെന്റ്. പസഫിക് സമുദ്രം ദ പസഫിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് സമുദ്രം ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രം ദ ഇന്ത്യൻ ഓഷ്യൻ. ആർട്ടിക് സമുദ്രം ദ ആർട്ടിക് ഓഷ്യൻ. അന്റാർട്ടിക് സമുദ്രം ദ അന്റാർട്ടിക് ഓഷ്യൻ. ഡയഗ്രത്തിൽ തന്നിട്ടുള്ള വൻകരകൾക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങളുടെ പേരുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക. ഏഷ്യയിൽ പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം. ആഫ്രിക്കയില് അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. തെക്കേ അമേരിക്കയില് പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം. വടക്കേ അമേരിക്കയില് പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. ഏഷ്യ ദ പസഫിക് ഓഷ്യൻ, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, ദ ഇന്ത്യൻ ഓഷ്യൻ, ദ ആർട്ടിക് ഓഷ്യൻ. ആഫ്രിക്ക ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, ദ ഇന്ത്യൻ ഓഷ്യൻ. അടുത്ത പ്രവർത്തനം വൻകരകളെ കുറിച്ചുള്ള വിവരങ്ങളും ചിത്രങ്ങളും ശേഖരിച്ച് ഒരു സചിത്ര പതിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ പതിപ്പ് തയ്യാറാക്കേണ്ടത്. പ്രിപ്പയർ എ ക്ലാസ് മാഗസിൻ യൂസിങ് ഇൻഫോർമേഷൻ ആൻഡ് പിക്ചേഴ്സ് കളക്റ്റഡ് ഓൺ കോണ്ടിനെന്റ്സ്. ഇപ്പൊ ഏതൊക്കെയാണ് കോണ്ടിനെന്റ്സ് എന്ന് എഴുതണം. ആദ്യം ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. പിന്നെ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ഇത്തരം ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് മനോഹരമായ ഒരു പതിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്